മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ കേട്ടറ്റ് പഠന സീരീസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു യൂണിറ്റ് 1 പാർട്ട് 1. അതിൽ ഖുതബ ഉൽ ജാഹിലിയെക്കുറിച്ച്, അതുപോലെ തന്നെ നസ്റുൽ ജാഹിലി അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന ക്ലാസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. പോരാത്തതിന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അപ്ഡേഷനുകൾ, ക്വസ്റ്റ്യനുകൾ ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലുഅത്തുൽ അറബിയ്യ വനശ്അതുഹ വതാരിഖുഹ വഅഹമ്മിയതുഹ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ അസ്റുൽ ജാഹിലിയിലെ മുഅല്ലഖാത്ത്, ഈ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അസ്റുൽ ജാഹിലിയിലെ തന്നെ ഷിഅറുൽ ജാഹിലി അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കാം, ഷിഅറുൽ ജാഹിലി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പലപ്പോഴും കേട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റാണ് അവ്വലു മൻ ഹൽഹലത ശിഅർ. അവ്വലു മൻ ഹൽഹലത ശിഅർ, ഷിഅർ ഒന്നാമതായിട്ട് പാടിയിട്ടുള്ള ആള് ആരാണ്? പറഞ്ഞിട്ടുള്ള ആള് മുഹൽഹിൽ ബിനു റബീഅയാണ്. ഹൽഹല, ശ്രദ്ധിക്കണേ, ഹൽഹല മുഹൽഹിലാണ്. അതിൻ്റെ ശരിയായ പേരാണ് അദിയ് ബിനു റബീഅ. ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അദിയ് ബിനു റബീഅ. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് സൈറുൻ നിസാ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അവ്വലു മൻ ഹൽഹലത ശിഅർ മുഹൽഹിൽ ബിനു റബീഅ. ഇനി അവ്വലു മൻ ഖറല ഔ നളമ അൽ ഖസീദ, ആദ്യമായിട്ട് ഖസീദ എഴുതിയിട്ടുള്ള ആൾ. ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് നമുക്ക്. എൻ്റെ ആദ്യത്തെ PSC പരീക്ഷയ്ക്ക് എനിക്കും മാറിയിട്ടുണ്ട് ഈ സംഗതി കേട്ടോ. ഓക്കെ, അപ്പോൾ അവ്വലു മൻ ഖറല ഐ നളമ, എഴുതിയ ഖസീദ. ഷിഅർ മുഹൽഹിലാണ്, ഖസീദ മുളിർ ബിനു നിസാർ. അത് ഏത് ബഹറിലാണ് അദ്ദേഹം പറഞ്ഞത്? ഫിൽ ബഹ്രി റജിസ് ബഹറിലാണ് മുളിർ ബിനു നിസാർ. റജിസ് ബഹറിൽ മുളിർ ബിനു നിസാർ, അങ്ങനെ കണക്ട് ചെയ്യണ്ടോ? റജിസ് നിസാർ. അപ്പോൾ മുളിർ ബിനു നിസാർ റജിസ് ബഹറിലാണ് ഒന്നാമത്തെ കവിത ഖസീദ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇബ്നു ഖുതൈബയെ അബ്ബാസി കാലഘട്ടത്തിലുള്ള ഒരു നാഖിദാണ്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ നിർവചനമാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞു പോരാനുള്ളത്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അശ്ശിഅറു കലാമുൽ മൗസൂൻ അൽ മുഖഫ. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇത് അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിച്ചു വെക്കണം. അശ്ശിഅർ കലാമുൻ മൗസൂനുൽ മുഖഫ. ആര് പറഞ്ഞതാണ്? ഇബ്നു ഖുതൈബ പറഞ്ഞതാണ്. അപ്പോൾ അത് ചോദ്യം വരെ എങ്ങനെയാണ്? അശ്ശിഅറു ഇൻദ ഇബ്നു ഖുതൈബിൻ്റെ അടുത്ത് ഷിഅർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കുറേ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അശ്ശിഅറു കലാമുൽ മൗസൂനുൽ മുഖഫ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഇനി വേറെയും ചോദ്യം വരാം. എന്ത്? അശ്ശിഅറു കലാമുൽ മൗസൂനുൽ മുഖഫ ഖാലഹു തഅരീഫുഹു. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? വരാം. ഇനി ഷിഅറിനെ ഉത്തരാക്കിക്കൊണ്ട് കലാമുൽ മൗസൂൻ മുഖഫ തഅരീഫുഹു മാഹിയ എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. അപ്പോൾ പല ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങൾ വരാം. ഇനി നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞാണ് അശ്ശിഅറു ദീവാനുൽ അറബ്. ഇതാര് പറഞ്ഞതാണ്? ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കിട്ടാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അയക്കണം, അതിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ് കിട്ടുകയും ചെയ്യും. പോരാത്തതിന് നമ്മൾ അറൂലയുടെ ഒരു ക്ലാസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യും? ലഭിക്കും. ഓക്കെ, അപ്പോൾ അശ്ശിഅറു ദീവാനുൽ അറബ്. ഇനി ഷിഅർ എന്ന് പറഞ്ഞാൽ ഹുവ അഖ്ദമു ആസാറുൽ അറബിയ, അറബി ഭാഷയുടെ ഏറ്റവും പഴയ ഒരു അദബിയായിട്ടുള്ള സാഹിത്യപരമായ സൃഷ്ടിയാണ് ഷിഅർ. ഷിഅറാണ് ഏറ്റവും പഴയ
സാഹിത്യ സൃഷ്ടി അറബിയിൽ, വേറൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ വേറെ ആരെന്തെങ്കിലും വാദിച്ചാലും അതല്ല, ഷിഅറാണ്. ഇനി അസ്ലു ഷിഅർ അൽ ഗിനാ, പാടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഷിഅറിൻ്റെ അസ്ല്. മാദത്തു ഷിഅരി അൽ ഖയാൽ, ഭാവനയാണ് അതിൻ്റെ മാദത്ത്, അതിൻ്റെ സോഴ്സ് ഭാവനാത്മകമായി. ഇപ്പോൾ എല്ലാവർക്കും കവിയാകാൻ പറ്റും, നല്ല എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് കവിയാകാൻ പറ്റില്ല. ഖയാലില്ലെങ്കിൽ അദ്ദേഹത്തിന് കവിയാകാൻ പറ്റില്ല. ഭാവന ഉണ്ടാവണം, അതുപോലെ തന്നെ ആറ്റിഫത്ത് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ നഖ്ദ് എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി വിശദീകരിക്കുന്നതാണ്. ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അശ്ശിഅർ. ഷിഅർ കലിമത്തുൻ, അശ്ശിഅർ എന്നുള്ള വേർഡ് മഅഖൂദത്തുൻ മിൻ ഷൈർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഷിഅർ എന്നുള്ള വേർഡ് എടുത്തിട്ടുള്ളത്. മിനൽ ലുഗത്തി അൽ ഇബ്രിയ, ഹിബ്രു ഭാഷയിൽ നിന്ന്. ശ്രദ്ധിക്കണേ, അപ്പോൾ ഹിബ്രു ഭാഷയിൽ നിന്നുള്ള ഷെയ്ർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഷിഅർ എന്നുള്ള വേർഡ് എടുത്തിട്ടുള്ളത്. ബിമഅന തർത്തീലിയ, എന്താ തർത്തീൽ? വറത്തൽനൽ ഖുർആന തർത്തീല, അല്ലേ? ഇങ്ങനെ ചേർന്ന് തർത്തീലായിട്ട് വരുന്നത്, അതിനെയാണ് ഷിഅർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇടതടവില്ലാതെ ലഭിക്കുന്നതാണ്. ഇനി ഖസാഇസു ഷിഅറുൽ ജാഹിലി, ഷിഅറുൽ ജാഹിലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന് അബയാത്തുൻ വ മഖ്തൂഅത്തുൻ, അല്ലേ? അബയാത്തുൻ വ മഖ്തൂഅത്തുൻ. ഇനി അന്നുസ്അത്തുൽ ഇൻഫിറാദിയ വൽ ഖബീലിയ, നുസ്അത്തുൽ ഇൻഫിറാദിയയുണ്ട്, ഖബീലിയ ഗോത്രപരമായിട്ടുള്ള കാര്യങ്ങളും അതിൽ പറയാറുണ്ട്. ഇനി നുസ്അത്തുൻ തഖ്ലീദിയ, ഒരു തഖ്ലീദിയായിട്ടുള്ള ഒരു നമുക്കതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അൽമാദിയ മുസൈത്തിറ, അൽ വാഖഇയ, വളരെ റിയലിറ്റിക് ആയിട്ടായിരിക്കും അവരുടെ കവിതകളൊക്കെ രചിച്ചിട്ടുണ്ടാകുക. ഓക്കെ. അതുകൊണ്ടാണ് അശ്ശിഅറു ദീവാനുൽ അറബ് എന്ന് അവിടെ പറഞ്ഞത്. അല്ലഹജത്തുൽ ഖിതാബിയ, സംഭാഷണ ശൈലികൾ അതിലുണ്ടാകും. അൽ ഖയാലുൽ ലഫ്ലി, വളരെ ഭാവനാത്മകമായിട്ടുള്ള ലഫ്ലുകൾ അതിൽ നമുക്ക് കാണുവാൻ പറ്റും. നോക്കുക. ഇനി ഇതിലേക്ക് പോയിട്ടോ. ഓക്കെ. അൽ അഅറാദു അശ്ശിഅറുൽ ജാഹിലി, അഅറാദു അശ്ശിഅറുൽ ജാഹിലി എന്തൊക്കെയാണ്? ഷിഅറിൻ്റെ അഅറാദുകൾ ഒന്ന് ഫഖ്റാണ്, അതിൻ്റെ ലക്ഷ്യം. ഒന്ന് ഫഖ്ർ, പെരുമ കാണിക്കാൻ. അതുപോലെ തന്നെ വൽ വസ്ഫ്, വിശേഷിപ്പിക്കാൻ. അല്ല ഗസൽ ഉണ്ടാവും, ശൃംഗാര കാവ്യങ്ങളുണ്ടാവും. മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? മദ്ഹ് എന്ന് പറഞ്ഞാൽ അത് സ്തോത്ര കാവ്യങ്ങളാണ്. റസ, വിലാപ കാവ്യങ്ങൾ. അതുപോലെ തന്നെ ഹജ, ആക്ഷേപ കാവ്യങ്ങൾ. ഖംർ, കള്ളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. ഓക്കെ. സ്ലൈഡ് ഇത് മാറി വന്നതാട്ടോ. ഓക്കെ. ഇനി ഷിഅറുൽ ജാഹിലിയിലെ സആലിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 3 സആലിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഷൻഫറ ലാമിയത്തുൽ അറബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു പേപ്പറും പേനയും എടുക്കണം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷൻഫറയെ അറിയപ്പെടുന്നത് ലാമിയത്തുൽ അറബ് എന്ന പേരിലാണ് ഷൻഫറയെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നമ്മൾ പഠിക്കും. തഅബ്ബത്തു ഷർറൻ എന്നുള്ള ഒരാളുടെ പേരല്ല, അയാളുടെ പേര് സാബിത്ത് ബിനു ജാബിർ എന്നാണ്. ഓക്കെ. ഇനി ഉർവത്ത് ബിനുൽ വർദ്, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അബുൽ ഫുഖറാ, അതുപോലെ തന്നെ അബു സആലീഖ് എന്ന പേരിലൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടാണ് എന്താണ് ഈ സആലീഖ് എന്ന്. സആലീഖ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവർ ഈ മരുഭൂമിയിലൊക്കെ കൊള്ള നടത്തിയിട്ടൊക്കെ ജീവിച്ചിരുന്ന കവികളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ എല്ലാവരും കൊള്ള നടത്തിയത് ഇതിനല്ല. ഇപ്പോൾ ഉർവത്തുൽ വർദൊക്കെ കൊള്ള നടത്തിയിട്ട് എന്ത് ചെയ്യും? പാവപ്പെട്ടുള്ള ആളുകളെ സഹായിക്കും, അങ്ങനത്തെ സംഗതിയൊക്കെ എന്തുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ബദുക്കളായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ് ആര്? സആലീഖീങ്ങൾ എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ടുള്ള 3 ആൾക്കാർ, ഒന്ന് ഷൻഫറ, തഅബ്ബത്തു ഷർറ, ഉർവത്ത് ബിനു അൽ വർദ്, അബുൽ ഫുഖറാ, അബു സആലീഖ് എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഇനി ഷൻഫറയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഷൻഫറ, അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സാബിത്ത് ബിനു ഔസ് അൽ അസ്ദി. പഠിച്ചു വെക്കണം.
അസ്ദി ഗോത്രക്കാരനാണ്. സാബിത്ത് ബിൻ ഔസാണ് അദ്ദേഹത്തിൻ്റെ പേര്. യമനിയുൽ അസുൽ, അദ്ദേഹത്തിൻ്റെ അസുല് അത് യമനിയാണ്. മഅന ഷൻഫറ, ഈ ഷൻഫറ എന്നുള്ള പേര് അദ്ദേഹത്തിന് വരാൻ കാരണം ഖലീതു ഷഫത്ത, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലഗലത്ത് ഷഫത്തൈഹി, ലഗലത്ത് അഷഫത്തൈ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ഷൻഫറ എന്ന പേര് വരാൻ കാരണം ഓപ്ഷനുകൾ വരാറുണ്ട്, രണ്ടും ഒരുമിച്ച് വരൂല കേട്ടോ. ഓക്കെ, ഖലീത്തു ഷഫത്താഹ് അല്ലെങ്കിൽ വേറെ പുസ്തകത്തിൽ കാണാം ലഗലത്തു അഷഫത്തൈഹി എന്നുള്ള ഇതൊക്കെ എന്ത് ചെയ്യുക അതിൽ കാണാം. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യം ഷൻഫറയുടെ പേര് എന്താണ്, അസുലി എന്താണ്, ഷൻഫറയുടെ മഅന, ഷൻഫറ എന്നുള്ള വാക്കിൻ്റെ മഅന എന്താണ്. ഇനി അദ്ദേഹത്തിൻ്റെ അൽക്കാബുകൾ, അപരനാമങ്ങൾ എന്തൊക്കെയാണ്? അപരനാമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അപരനാമമാണ്, പലപ്പോഴായി 3-4 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ലാമിയത്തുൽ അറബ്. ലാമിയത്തുൽ അറബ് ആരാണ് എന്ന്, അല്ലെങ്കിൽ സാബിത്ത് ബിൻ ഔസ്, ഇങ്ങനെ ചോദിച്ചു, സാബിത്ത് ബിൻ ഔസ് യുറഫു ബി, അപ്പോൾ അതിൻ്റെ ഉത്തരം ഷൻഫറ എന്നുള്ളതാണ്. ഇനി ഷൻഫറ അല്ല ലാമിയത്തുൽ അറബാണെന്നുണ്ടെങ്കിൽ ലാമിയത്തുൽ അറബാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇബ്നു സഹറ, ഹന്ന ഫാഖുരിയുടെ പുസ്തകത്തിൽ ഹന്ന ഫാഖുരി പറയുന്നത് ഇബ്നു സഹറ, അതുപോലെ തന്നെ ഇബ്നു തുബിഅത്തുൽ അറബിയ്യ അൽ ബദവിയ്യ എന്ന ഒരു അപരനാമവും അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടത് ലാമിയത്തുൽ അറബ് എന്നുള്ള ആ ഒരു അപരനാമം. ഇനി സൗജത്തുഹു ഉമൈമ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഉമൈമയാണ്. അത്ര വലിയ പ്രധാനപ്പെട്ട ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ്, നമ്മൾ വളരെ റെഡിങ് കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ഇന്നഹു ഹലഫ ലിയഖ്തുല മിഅത റജുലിൻ മിൻ ബനി സലാമാൻ, ബനി സലാമാൻ ഗോത്രത്തിൽ നിന്ന് 100 ആൾക്കാരെ കൊല്ലും എന്ന് സത്യം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഈ ഷൻഫറ. ഇന്തിഖാമൻ ലി ഖത്ലി അബീഹി, എന്തിനു വേണ്ടിയിട്ട്, എന്തിന് പ്രതികാരമായിട്ട്, തൻ്റെ പിതാവിൻ്റെ കൊലക്ക് പ്രതികാരമായിട്ട്. ഖത്തല അഖീറ, അങ്ങനെ അദ്ദേഹം 99 തികച്ചു. അങ്ങനെ അദ്ദേഹം ബനി സലാമാനിലെ ഒരാളുമായിട്ട് ഒരു ഷണ്ട കൂടി. ആ ഷണ്ട കൂടിയ ആളാണ് അസദ് ബിൻ ജാബിർ. അവസാനം അയാളെയും കൊന്ന് 100 പൂർത്തീകരിച്ചു. അപ്പോൾ 100 പൂർത്തീകരിച്ച 100 ആളുകളെ കൊന്നിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ കൊല്ലുമെന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള മനുഷ്യനാരാണ്? ഷൻഫറയാണ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വേർഡാണ്. ഏതെന്നറിയോ? ഹലഫ, ഹലഫ ലിയഖ്തുല മിഅത റജുലി മിൻ ബനി സലാമാൻ. ഈ ഒരു വേർഡ് നമ്മൾ പഠിച്ചെന്ത് ചെയ്യണം? വെക്കണം. ഈ ഒരു വേർഡ് ഏത്? ഏത്? ഈ സാധനം, ഈ വേർഡ് നമ്മൾ പഠിച്ച് വെക്കൽ നിർബന്ധമാണ്. ഈ ഒരു സാധനം ഇന്നഹു ഹലഫ ലിയഖ്തുല മിഅത റജുലിൻ മിൻ ബനി സലാമാൻ എന്നത്, മിൻ ബനി സലാമാൻ. ഇനി ലഹു ഷിഅറുൻ ഫിൽ ഫഖർ, ഈ ലാമിയത്തുൽ അറബ് എന്നുള്ളത് ഫഖറിലാണ് കേട്ടോ രചിച്ചിട്ടുള്ളത്. ലാമിയത്തുൽ അറബ് ഖസീദത്തുൻ മിൻ 68 ബൈത്തുകളാണുള്ളത്. ബഹർ തൊവീലാണ്. അപ്പോൾ ലാമിയത്തുൽ അറബിൻ്റെ ബഹർ എന്താണ്? തൊവീലാണ്. ലാമിയത്തുൽ അറബി എന്ന് അറിയപ്പെടുന്നത് ഷൻഫറയാണ്. ലാമിയത്തുൽ അറബിൽ എത്ര വരികളുണ്ട്? 68 വരികളുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ലാമിയത്തുൽ അറബ് തർജുമ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. ലാമിയത്തുൽ അറബ് ആരാണ്? തർജുമത്തു ലാമിയത്തുൽ അറബ് ഇൻജിലിസിയ ബിയദിൽ മുസ്തശ്രിഖ്, പാശ്ചാത്യക്കാരനായിട്ടുള്ള മുസ്തശ്രിഖായിട്ടുള്ള റദ്ഹൂസാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലിമു ഔലാദക്കും ഖസീദത ഷൻഫറ, ഷൻഫറയുടെ ഖസീദ നിങ്ങളെ കുട്ടികളെ പഠിക്കണം. ഫ ഇന്നഹ, തീർച്ചയായും അത് തുഅല്ലിമുഹും മകാരിമുൽ അഖ്ലാഖ്, നിങ്ങളെന്ത് ചെയ്യുന്നു? അത് നല്ല സ്വഭാവങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി യുറബു അൽ മസൽ ബി സുർഅത്തി റഖൽ, സുർഅത്തുർ റഖൽ പെട്ടെന്ന് ചാടുന്നതിനുള്ള ഒരു ഉപമയായിട്ട് ഷൻഫറയെ ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് തൂഫിയ ഫി 525 510 രണ്ട് അത് നമുക്ക് കാണുവാൻ സാധിക്കും. 525 എന്നും 510 എന്നും. അപ്പോൾ നമ്മൾ എന്തായാലും രണ്ടെണ്ണം, നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനുകൾ ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പോൾ 525 എന്നും റിപ്പോർട്ടുണ്ട്, 510 എന്നും റിപ്പോർട്ടുണ്ട്.
ഓക്കെ. ഇനി മത്ലഉ ലാമിയത്തുൽ അറബ്. ഈ ലാമിയത്തുൽ അറബിൻ്റെ ഇത് മത്ലഅ എങ്ങനെയാണ് എന്നത്. ഓക്കെ. അഖീമു ബനി ഉമ്മി സുദൂറ മതിയുക്കും ഫഇന്നി ഇലാ ഖൗമി സിവാകുമു ലി അംയലി. ഇതെന്താ ലാമിയത്തുൽ അറബ് എന്ന് പറയാൻ കാരണം കണ്ടോ, അവസാനം ഫുള്ള് ലാമാണ് കേട്ടോ. ഇങ്ങനെ വേറെയും കുറേ കവിതകളുണ്ട്. ഓക്കെ, ലാമിൽ അവസാനിക്കുന്ന. അപ്പോൾ ഇത് തൊവീൽ ബഹ്റ നമുക്കൊന്ന് പാടി വെക്കാം. അഖീമു ബനി ഉമ്മി സുദൂറ മതിയുക്കും ഫഇന്നി ഇലാ ഖൗമിൻ സവാകുമു ലി അംയലി. അഖീമു ബനി ഉമ്മി സുദൂറ മതിയുക്കും ഫഇന്നി ഇലാ ഖൗമിൻ സിവാകുമു ലി അംയലി. അപ്പോൾ തൊവീൽ ബഹർ എങ്ങനെ പാടുക നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ ബഹറും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എന്ത് ചെയ്യാൻ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അറൂലയുടെ അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അറൂല നിങ്ങൾ പിന്നെ ജീവിതത്തിലും മറക്കൂല. ഓക്കെ. അടുത്ത സഅലൂക്കായിട്ടുള്ള കവിയാണ് തഅബ്ബത്തു ഷർറൻ. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സാബിത്ത് ബിനു ജാബിർ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്ടോ, സാബിത്ത് ബിൻ ജാബിർ. ഖൈസ് ബിനു ഐലാൻ ഗോത്രത്തിൽപ്പെട്ടുള്ള ആളാണ് സാബിത്ത് ബിനു ജാബിർ അൽ മുദരിയ. അതിൻ്റെ ഒരു ഉപഗോത്രമാണ് മുദരി ഗോത്രമാണ്. യുഅറഫു ബി ഉമ്മി അയാൽ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായിട്ട് കാണുന്നത്. ഷാഇറുൽ അദാ എന്നുള്ളൊരു വിളിപ്പേര്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തു അബൂ സുഹൈർ എന്നുള്ള പേരുണ്ട്. ഇനി മഅന കലിമത്തു തഅബ്ബത്തു ഷർറൻ, നമ്മൾ ഷൻഫറയുടെ ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി മഅന കലിമത്തു തഅബ്ബത്തു ഷർറയുടെ ഇത് പേര് എന്താണ് അല്ലേ? ഇത് പഠിച്ചേക്കണേ, എഴുതിയേക്കണേ. അസിക്കീനത്തുൽ ഇബ്ത്, വീണ കത്തി എന്നുള്ള ആ ഒരു പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹുവ ഇബ്നു ഉഖ്തു ഷൻഫറയുടെ ഇബ്നു ഉഖ്തിൻ്റെ പുത്രനാണ്. മിൻ അഗ്റബത്തുൽ അറബ്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ്. മിൻ അഗ്റബത്തുൽ അറബ് 3-4 ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കവികളുടെ വിഷയം പറയുന്ന സമയത്ത് അവസാന സ്ലൈഡുകളിലൊക്കെ അത് പറയും. ഇതിലല്ല, ചിലപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. മിൻ അഗ്റബത്തുൽ അറബ് ഇത്ര ആൾക്കാരാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അഗ്റബത്തുൽ അറബ്. നോക്കുക. ഖസീദത്തുഹു ഫി ബഹരിൽ ബസീത്ത് ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ഖസീദ ഉള്ളത്. ഫി ബഹരിൽ ബസീത്ത് അദദു അബയാത്തിഹി 62. അപ്പോൾ 68 ഷൻഫറയുടെ ലാമിയത്തുൽ അറബ്. ഇത് തഅബ്ബത്തു ഷർറയുടെ എന്താണ് 62 ബൈത്ത്. തൂഫി 530, 525, 510 എന്നീ കാലഘട്ടങ്ങളാണ് നമ്മുടെ ആര് മരിക്കുന്നത്, ഷൻഫറ മരണപ്പെടുന്നത്. ഇദ്ദേഹം മരണപ്പെടുന്നത് 530-ലാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ആളാണ് ഉർവത്ത് ബിനുൽ വർദ്. അബൂ നജ്ദ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായിട്ട് പറയുന്നത് ഉർവത്ത് ബിനുൽ വർദ് ആബസി. അപ്പോൾ അബ്സ് ഗോത്രക്കാരനാണ് കേട്ടോ. അബ്സ് ദുബിയാന് തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടായിരുന്നു അല്ലേ? അതേതാണ് യുദ്ധം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ് കിട്ടാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴത്തുണ്ട് കേട്ടോ. എന്തായിരുന്നു? ഹർബു ദാഹിസ് വൽ ഖബറാ കേട്ടോ. കമൻറ്റ് ചെയ്യാം. ഓക്കെ. വുലിദ ഫിൽ യമാമ, അദ്ദേഹം ജനിക്കുന്നത് യമാമയിലാണ്. ഖബല ആമുൽ ഫീൽ 555-555-ലാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. 555-ലാണ് ജനിക്കുന്നത്. നോക്കുക. അൽഖാബ്, അദ്ദേഹത്തിൻ്റെ ലഖബുകൾ അബുൽ ഫുഖറ, അബുൽ മസാക്കീൻ, ഒരു വാവ് പോയിക്കുന്നുണ്ടോ? ഓക്കെ. അബുൽ മസാക്കീൻ, ഉറവത്തു സആലിക്, അമീറു സആലിക് എന്നൊക്കെ പേരിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. കാന യസ്റഖു ലിയുത്ഇമൽ ഫുഖറാഅ വയുഹ്സിനുഹും ഇലൈഹി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്തിനാണ് സഅലക്ക് നടത്തിയിരുന്നത്? കാന യസ്റഖു, അവർ മോഷ്ടിച്ചിരുന്നു അല്ലെങ്കിൽ കൊള്ളയടിച്ചിരുന്നു. ലിയുത്ഇമൽ ഫുഖറ, പാവപ്പെട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
പണക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം ചെയ്തിരുന്നു. ഹബീബത്തുഹു, അദ്ദേഹത്തിൻ്റെ ഹബീബത്തായി അറിയപ്പെടുന്ന ഹാല ബിൻത്ത് കബീറാണ്. ഹാല ബിൻത്ത് കബീർ. ഓക്കെ. തൂഫിയ 596 അല്ലെ 610 എന്നും 607 എന്നൊക്കെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മളെ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരമാണ് എന്ന് അറിയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ അപ്ഡേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ഓരോ ക്ലാസ്സുകളുടെയും PDF അത് രൂപത്തിലുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. വാട്സപ്പിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ. ശുക്രാൻ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം.